നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമോ? അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ആ സംസാരം പോലും നമുക്ക് നല്ലൊരു പെയ്ഡ് മാർഗ്ഗമാക്കി മാറ്റാൻ പറ്റും. അഥവാ നമ്മുടെ നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ട് മാറ്റാൻ പറ്റും. അങ്ങനൊരു സൈറ്റ് ഉണ്ട്. നമുക്ക് നിലവിൽ കുറേ അധികം ആളുകൾ പല ഭാഷയിൽ, പല ലാംഗ്വേജിൽ, ഏകദേശം 100-ലധികം ലാംഗ്വേജുകളിൽ സംസാരിച്ചുകൊണ്ട് മാത്രം ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വോയിസ് ഓവർ ആർട്ടിസ്റ്റുകളായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അതിഭീകരമായിട്ടുള്ള സൗണ്ടൊന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് സംസാരിക്കണമെന്നില്ല, വളരെ വൃത്തിയായിട്ട് സംസാരിച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ശബ്ദം വിറ്റ് എങ്ങനെ നമുക്ക് കാശ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആ സൈറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടില്ല നിലവിൽ. കിട്ടിയ സമയത്ത് തന്നെ ഞാൻ റെഫർ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് അത് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി സൈറ്റിലേക്ക് വരുന്നു. എന്തായാലും നമുക്ക് ആദ്യം സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ കൊടുക്കുക. നമ്മൾ ചോദിക്കുന്നത് ഒന്നുകിൽ നമുക്ക് പ്രൊജക്റ്റ് ഹയർ ചെയ്യാം, അഥവാ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് അതിൽ നമുക്ക് സൗണ്ട് കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു ടാലൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രൊജക്റ്റ് തരും. ആ പ്രൊജക്റ്റിൽ നമ്മൾ നമ്മുടെ സൗണ്ട് കൊടുത്താൽ മതി. തൽക്കാലം ഞാൻ എൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു, ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു, നമ്മൾ ഏതിലേക്ക് വേണമെന്ന് ചോദിക്കുന്നു. ഞാൻ തൽക്കാലം വർക്ക് ആസ് എ ടാലൻ്റായിട്ട് കൊടുക്കുന്നു. എനിക്ക് സൗണ്ട് കൊടുക്കാനാണ് താല്പര്യം, വർക്ക് ഏറ്റെടുക്കുമല്ല, മീൻസ് ഒരു പ്രൊജക്റ്റ് എടുക്കുമല്ല, പകരം ഞാൻ എൻ്റെ സൗണ്ട് കൊടുക്കുന്നു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ഞാനത് സൈനപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു പാസ്വേഡ് വേണം. പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉൾപ്പെടുന്ന വേണം. നമ്പർ വേണം, അപ്പർ കേസ് വേണം, ലോവർ കേസ് വേണം, സിമ്പിൾ വേണം, എല്ലാം ശരി. ഞാൻ കൊടുത്തു. ഓക്കെ, പാസ്വേഡ് കൊടുക്കുന്നു, ഞാൻ എഗ്രി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരെ മെയിൽ വരും. മെയിലിൽ നമുക്ക് ചോദിക്കും നിങ്ങളുടെ മെയിലൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. തൽക്കാലം എൻ്റെ മെയിൽ ഇല്ലുന്നു. മെയിൽ വെരിഫൈ ചെയ്യാൻ കൊടുക്കുന്നു. ഞാൻ വെരിഫൈ ചെയ്യുന്നു. ഓക്കെ, ഒരു മിനിറ്റ്, വെരിഫിക്കേഷൻ. ശരി, വെരിഫിക്കേഷന് ശേഷം നമ്മുടെ മെയിലിംഗ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഫ്രീ അക്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ അക്കൗണ്ട് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈൽ ഞാൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാണ്. ഞാൻ സബ്മിഷൻ കൊടുത്തു. ഓക്കെ, വെൽക്കം ടു വോയിസ്. ഓക്കെ, ഞാനപ്പോൾ അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്തു. അപ്പം ഇനി നമുക്ക് പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും നമുക്ക് ജോബ് ഹയർ ചെയ്യാണ്, നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇത് കംപ്ലീറ്റ് ഓരോ സ്റ്റെപ്പ് എങ്ങനെ പോകണമെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. ദെൻ ജോബ് ഇൻവിറ്റേഷൻ വേണ്ടിയുള്ള ഓഡീഷൻസ് എടുക്കുകയാണ്, ഇൻവിറ്റേഷനും. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൗണ്ട് ഓക്കെ ആണെങ്കിൽ അവരത് വെരിഫൈ ചെയ്ത് നമുക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഷുവറായിട്ടും പേയ്മെൻറ്റ് കിട്ടും. അറൗണ്ട് $100 മിനിമം, അല്ലെങ്കിൽ $100 ഒക്കെ കിട്ടാം. ദാറ്റ് മീൻസ് $100 പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 8,000 രൂപ. നമ്മുടെ ശബ്ദത്തിൻ്റെ വില 8,000 എന്നൊക്കെ തൽക്കാലം വിചാരിക്കും. അപ്പോൾ നമ്മുടെ അങ്ങനെ ഓൺലൈൻ റെപ്യൂട്ടേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഇനി പ്രൊഫൈലിന് ശേഷം ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വോയിസ് ജെൻഡർ മെയിൽ ആയതുകൊണ്ട് മെയിൽ കൊടുക്കുന്നു. നമ്മുടെ വോയിസിൻ്റെ ഏജ് ചോദിക്കുന്നുണ്ട്. ഞാനൊരു മിഡിൽ ഏജ് തൽക്കാലം അങ്ങനെ കൊടുക്കുന്നു. ഞാൻ ഏതൊക്കെ ലാംഗ്വേജിൽ ചെയ്യുമെന്നുള്ളതാണ്, നമ്മൾ സംസാരിക്കാൻ പോകുന്ന ലാംഗ്വേജ് പ്രിഫർ ചെയ്യുന്നത് നമുക്ക് തൽക്കാലം മലയാളം തന്നെ കൊടുക്കാം. ഇംഗ്ലീഷും കൂടി കൊടുത്തേക്കാൻ വേണമെങ്കിൽ ഇംഗ്ലീഷും കൂടി ഞാൻ കൊടുക്കുന്നു. ഓക്കെ, നേറ്റീവ് ലാംഗ്വേജ് നമുക്കറിയാം, നമ്മുടെ ലാംഗ്വേജ് ഏതാണോ അത് തന്നെ കൊടുത്തേക്കാം. ഞാൻ തൽക്കാലം ഇന്ത്യൻ ജനറലായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഏതൊക്കെ കാറ്റഗറിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമാണെന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഇപ്പോൾ എൻ്റെ എല്ലാം ടിക്ക് ചെയ്തെടുക്കുകയാണ്. ഡേറ്റ വോയിസ്, ഡേറ്റ സെറ്റ് നമുക്ക് ഏതെങ്കിലും എടുക്കാം. റേഡിയോ ആഡോ, ടെലിവിഷൻ ആഡോ, ഏതാണോ വേണ്ടത് അതൊക്കെ നമ്മൾ ടിക്ക് ചെയ്തെടുക്കുക. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ്. ഇപ്പോൾ ഓൾറെഡി എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രൊഫൈൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഒന്നുകൂടെ റീ എഡിറ്റ് ചെയ്യാനുള്ള സാധനമുണ്ട്. നമ്മുടെ സ്കില്ല് ഒക്കെ കാണിക്കാനായിട്ട്. ഓക്കെ, ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നു. നമ്മുടെ പ്രൊഫൈൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ശരി. ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ അങ്ങനെയാണ് വരിക. ചുറ്റി കൊടുത്തിട്ട് വന്നിട്ടില്ല, അപ്പോൾ അതൊന്നുകൂടെ കറക്റ്റ് ചെയ്യണം. കൺട്രി ഇന്ത്യ ഒന്നുകൂടെ കൊടുത്തു. സ്റ്റേറ്റ് കേരള കൊടുത്തു. ഓക്കെ, കൺഫേം. ഇനി നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പ്രൊഫൈൽ ഫോട്ടോ ഒരെണ്ണം കൊടുക്കണം. പ്രൊഫൈൽ ഫോട്ടോ കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലുണ്ടോ? ഓക്കെ, ഞാൻ എൻ്റെ ഫോട്ടോ കൊടുക്കുന്നു. അപ്ലോഡിങ്. ഓക്കെ, അപ്ലോഡ് കംപ്ലീറ്റഡ് ആയി.
പ്രൊഫൈലിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്നാക്റ്റീവ് സ്കില്ലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഡെമോ കൊടുക്കണം. എന്തായാലും സേവ് ആൻഡ് എഡിറ്റ്. ശരി, അപ്പോൾ നമ്മളത് കൊടുത്തു. ഇനി ഓവർവ്യൂ. ഓക്കെ, ക്ലയൻറ്റ് ലിസ്റ്റ്, ടാലൻ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നമ്മുടെ വോയിസ് ഓവറിനെ കുറിച്ചുള്ള ഒരു ടാലൻ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം നമുക്ക്. ദെൻ ബാക്കി കാര്യങ്ങളെല്ലാം ലാംഗ്വേജ്. ഓക്കെ, നമ്മൾ ലാംഗ്വേജ് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓവർവ്യൂ സാധനങ്ങൾ കൊടുത്താൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ട്. ഡിസ്ക്രിപ്ഷൻ തൽക്കാലം ഇതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. തൽക്കാലം ഇപ്പോൾ ചെയ്യുന്നില്ല. എന്തായാലും ചെയ്യണം, നിങ്ങൾ എന്തായാലും ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങൾ വെക്കണം. ലൈവ് സെഷൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ലൈവ് സെഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ അവൈലബിൾ ആകുന്ന ടൈം ലെസ് ദാൻ 24 hour or 48 hours. പിന്നെ മൈക്രോഫോൺ അവർ റെക്കമെൻഡ് ചെയ്യുന്ന സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്താണോ ഉള്ളത്, പിന്നെ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പാസ്റ്റ് ക്ലയൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് നിലവിലൊന്നും ഇല്ലാത്ത കാരണം അതിലേക്കൊന്നും ആഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇനി നമുക്ക് നേരെ ഡെമോയിലേക്ക് പോവാം. ഓക്കെ, സേവ് ചേഞ്ചസ്. ഓക്കെ, ദെൻ നമ്മൾ നേരെ ഡെമോയിലേക്ക് പോവാണ്. ഡെമോ മീൻസ് ഒരു ഓഡിയോ സൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കാറ്റഗറി ഇതിൻ്റെ ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും എടുക്കാം. റേഡിയോ ആഡോ, പോഡ്കാസ്റ്റിങ്ങോ, ഓഡിയോ നരേഷനോ. തൽക്കാലം ഞാനൊരു വീഡിയോ നരേഷൻ കൊടുക്കുകയാണ്. ടൈറ്റിൽ തൽക്കാലം ട്രാവൽ ടു, ഞാൻ ഓൾറെഡി പോയ സാധനത്തിൻ്റെയാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. തൽക്കാലം ഇനി ഓഡിയോ ഫയൽ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാം. ഓഡിയോ ഫയൽ. ഓക്കെ, ഓഡിയോ ഫയൽ തപ്പി എടുക്കണമല്ലോ. ഓഡിയോ ഫയൽ റെക്കോർഡിങ്. ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ സൗണ്ട് ഞാൻ നേരെ അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു നരേഷൻ നമ്മൾ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ മീൻസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ട്, എന്താണ് ആ കണ്ടന്റ് എന്നുള്ളതിനെക്കുറിച്ച്. ഇനി അത് ടാഗ് ലാംഗ്വേജ് ഏതാണെന്ന് കൊടുത്തേക്ക്. ഞാനിപ്പോൾ മലയാളത്തിലാണ് കൊടുത്തേക്കുന്നത്. സോ ലാംഗ്വേജ് എൻ്റെ മലയാളം തന്നെയാണ്. ആക്സെൻറ്റ് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ആണ്. ഇന്ത്യൻ ജനറലിൽ തന്നെ കൊടുത്തു. ഓക്കെ, ഒന്നില്ലേ. ഓക്കെ, ഇന്ത്യൻ ജനറലാണ്. സ്റ്റൈല് നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ കൊടുത്ത ഓഡിയോയുടെ സ്റ്റൈല് നമ്മൾ കൊടുക്കുക. അതിൻ്റെ അകത്ത് എല്ലാ സ്റ്റൈൽ ഓഫ് ഇമോഷൻസും കൊടുക്കുന്നുണ്ട്. കാർട്ടൂൺ ആണോ, കെയറിങ് ആണോ, കാമിങ് ആണോ, കാമാണോ, ഇനി കരിസ്മാറ്റിക് ആണോ, ചൈൽഡ് ലൈക്ക് ആണോ, അല്ലെങ്കിൽ ബ്രോക്കൺ വേർഡ്സ് ആണോ, എന്താണെന്നുള്ള ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാഷ്വൽ ടോക്കിലാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ക്യാഷ്വൽ എടുത്തു. റോള് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ റോള് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഹിപ്പ് ഹോപ്പ്, ഇൻ്റർവ്യൂ ടൈപ്പ് ഉണ്ട്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഒന്നാണ്, മോട്ടിവേഷൻ സ്പീക്കർ ആണെന്നോ ചോദിക്കുന്നുണ്ട്. ഓൺലി പ്രൈവറ്റ്, പ്ലേഫുൾ, പൊളിറ്റിക്കൽ, പ്രോസ്പെക്റ്റ്, റെഗുലർ, ഇതിനൊക്കെ കുറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ വോയിസിൻ്റെ ഏജ്, നമ്മുടെ യങ് അഡൾട്ട് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ മിഡിൽ ഏജ്. ഞാനിപ്പോൾ മിഡിൽ ഏജിൽ കൊടുക്കുക അല്ലേ, രണ്ടും കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഹോരം കൊടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഡെമോ ആഡ് ചെയ്തു. ഡിസ്ക്രിപ്ഷൻ വേണം. അപ്പോൾ ഞാൻ തൽക്കാലം അത് തന്നെ ടൈറ്റിൽ തന്നെ കൊടുക്കുകയാണ്, ട്രാവൽ. ഞാൻ തൽക്കാലം ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതോടെ കൊടുത്താലാണ് നമുക്ക് ഡെമോ ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഡെമോ ഞാൻ ആഡ് ചെയ്തു. ഡെമോ ഞാനൊന്ന് തൽക്കാലം ഒന്ന് കേട്ട് വെക്കട്ടെ. അതിനുശേഷം നമ്മൾ മൺസൂണിൽ വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് ആനയടിക്കുത്തി വെള്ളച്ചാട്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഡെമോ കൊടുത്തു. അപ്പോൾ ഈ ഡെമോ വേണമെങ്കിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡെമോസ് വേണമെങ്കിൽ കൊടുക്കാം, നമ്മുടെ സമയം പോലെ. അപ്പോൾ ഡെമോ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തേക്ക് പ്രീമിയത്തിലേക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക്. അങ്ങനെ ക്യാഷ് കൊടുത്തൊന്നും നമ്മൾ ചെയ്യേണ്ടതെന്ന് തന്നെയാണ് നമ്മുടെ താല്പര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ജോബിലേക്ക് പോകാം. ഉള്ള പോർട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഹയർ ചെയ്യുന്ന ജോബിനെ കുറിച്ച് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഹയർ ചെയ്യുന്നതാണ്. നിലവിൽ 7 പേര് ഇവിടെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 100 മുതൽ 249 വരെ കിട്ടും. ഡോളർ റേറ്റിലാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ ജോബിനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ജോബിനെ നമ്മുടെ പ്രസൻസ് അവിടെ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജോബിൻ്റെ ലെവലും കൂടുന്നുള്ളതാണ്. ശരി, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് പൊതുവേ. ഇനി നമുക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് ആൻസർ ചെയ്യുന്നതാണെങ്കിൽ ആൻസർ എന്നുള്ള കാണിക്കും. ഇവിടെ
ഒപ്പം തന്നെ നമുക്ക് അവാർഡ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ കാണിക്കും, നമ്മൾ കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ കാണിക്കും, നമ്മൾ ചെയ്തിട്ടില്ല എന്നാൽ RCV എടുക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് പ്രൊഫൈലിൽ കാണിക്കും. പിന്നെ പേയ്മെൻറ്റ്, നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, എല്ലാ പേയ്മെൻറ്റുകളെക്കുറിച്ചും ഇവിടെ പേയ്മെൻറ്റ് പോർട്ടലിൽ കാണിക്കും. നമ്മൾ ഡെപ്പോസിറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ട് കാണിക്കും. ഡെപ്പോസിറ്റ് ഒരിക്കലും ചെയ്യരുത്. വെറുതെ ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ പൊതുവെ ഫേക്ക് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ക്യാഷ് കൊടുത്ത് ആരും ചെയ്യരുത്. പേ ഔട്ട് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ അകത്ത് കാണിക്കും. പേ ഔട്ട് നമുക്ക് എത്ര വന്നിട്ടുണ്ടെന്നുള്ളത് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും. പിന്നെ വരുന്ന സാധനങ്ങളെ നമ്മൾ പറഞ്ഞിട്ട് തന്നെ മെസ്സേജ് ബോക്സിലായിരിക്കും കാണിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റുക വോയിസ് ഓവർ എന്നുള്ളത്. വോയിസ് ഓവർ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ജോബ്സ് എല്ലാം റിവ്യൂ ചെയ്യുന്നത്, നമ്മുടെ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുന്നത് 6 ഇൻഫർമേഷൻ നമുക്കവിടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളതും കൂടി ആഡ് ചെയ്യാനുണ്ട്. അഡീഷണൽ ഡെമോ ആണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നതിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സൈറ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ കയറി നമുക്ക് ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് നിലവിൽ വോയിസ് ഓവറായിട്ട് 161 പബ്ലിക് ഇൻവൈറ്റ് വന്നിട്ടുണ്ട്. അതായത് ഡയറക്റ്റ്ലി വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് ഫിൽറ്റർ ചെയ്യാം. നമുക്ക് ഫിൽറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് നോക്കാം. എളുപ്പം ലാംഗ്വേജാണ്. ജോബ് ഇന്ത്യൻ, ഓക്കെ. കാറ്റഗറി എന്തു ആയിക്കോട്ടെ, കാറ്റഗറി തൽക്കാലം കൊടുക്കുന്നില്ല. എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കി. നിലവിൽ ഇപ്പം മലയാളത്തിലൊന്നും വന്നിട്ടില്ല ഫിൽറ്റർ ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ശബ്ദവും വിറ്റുകൊണ്ട് നമുക്ക് കാശുണ്ടാക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സ്വന്തം കഴിവുകൾ, ഇപ്പോൾ നിങ്ങൾക്കൊരിക്കലും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും സ്വന്തം റൂമിൽ ഇരുന്നുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് എന്തായാലും ഒരു ആർട്ടിസ്റ്റായിട്ട് മാറാം, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിനെ നമുക്ക് ക്യാഷായിട്ട് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളും വിവരണങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ടാകും. എപ്പോഴും ഞാൻ കിട്ടുന്ന പുതിയ ആപ്ലിക്കേഷൻസ് എല്ലാം ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. കാരണം ടെലിഗ്രാമിലുള്ളവരെ ആദ്യം നമുക്ക് കൺവിൻസ് ചെയ്യണം. കാരണം അവരാണ് നമ്മുടെ കൂടെ ഉള്ളത് എപ്പോഴും. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം ഞാൻ എന്തായാലും ലിങ്ക് ഇട്ട് കൺഫേം ചെയ്യുന്ന ലിങ്കുകളെല്ലാം ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ടെലിഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങളെല്ലാം ഡീറ്റെയിൽ എല്ലാം കാണുക. ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ടെലിഗ്രാമിലുണ്ട്. അല്ലെങ്കിൽ ഓരോ വീഡിയോയിലും ഞാൻ കൊണ്ടുപോയിട്ട് ഓരോന്നിൻ്റെയും ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം ടെലിഗ്രാമിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.